കൊടകര പുത്തുകാവ് ദേവീക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം 23-ന് ആഘോഷിക്കും. കൊടകര പുത്തുകാവ് ദേവീക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ജനുവരി 23 വ്യാഴാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി ബുധനാഴ്ച വൈകുന്നേരം 5 മണി മുതൽ ആനസമയ പ്രദർശനവും 6:30 മുതൽ തട്ടകത്തെ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ പാരമ്പര്യമായി താലപ്പൊലി ദിവസം ക്ഷേത്രത്തിലേക്ക് ആചാരാനുഷ്ഠാന കലകൾ കൊണ്ടുവരുന്ന വിവിധ സമുദായങ്ങളിലെ കാരണവന്മാരെ ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. താലപ്പൊലി ദിവസമായ വ്യാഴാഴ്ച രാവിലെ 3 മണിക്ക് പള്ളി ഉണർത്തൽ, 6:10 പാരമ്പര്യക്കാരുടെ താലപ്പൊലി കൊട്ടിയറിയിപ്പ് പുറപ്പെടും. 7:30 ശ്രീഭൂത ബലിക്ക് ശേഷം ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. ഗജരാജൻ പാമ്പാടി രാജൻ ഭഗവതിയുടെ തിടമ്പേറ്റും. തുടർന്ന് നടക്കുന്ന പഞ്ചാരി മേളത്തിന് കലാനിലയം ഉദയൻ നമ്പൂതിരി നേതൃത്വം നൽകും. 7 ആനകളുടെ അകമ്പടിയോടുകൂടിയാണ് എഴുന്നള്ളിപ്പുണ്ടാവുക. ഉച്ചയ്ക്ക് 12:30 കാവ്യ രഘു അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളലും, തുടർന്ന് 2 മണിക്ക് 7 ആനകളുടെ അകമ്പടിയോടെ പല്ലാവൂർ ശ്രീധരന്മാരുടെ പ്രമാണത്തിൽ മേജർ സെറ്റ് പഞ്ചവാദ്യവും, ശേഷം കലാനിലയം ഉദയൻ നമ്പൂതിരിയുടെ പ്രാമാണികത്വത്തിൽ പാണ്ടിമേളവും കുടമാറ്റവും എന്നിവ ഉണ്ടായിരിക്കും. 6:30 നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവയ്ക്ക് ശേഷം കരിമരുന്ന് പ്രയോഗവും വിവിധ സമുദായക്കാരുടെ താലിവരവും ഉണ്ടായിരിക്കുന്നതാണെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൊടകരയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ദേവസ്വം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഏടാട്ട്, ആഘോഷ കമ്മിറ്റി കൺവീനർ AK പ്രേമൻ, കമ്മിറ്റി അംഗങ്ങളായ M സുനിൽകുമാർ, ശശിധരൻ തൃക്കാശ്ശേരി എന്നിവർ പങ്കെടുത്തു. പ്രസിദ്ധമായ കൊടകര പുത്തുകാവ് താലപ്പൊലി മഹോത്സവം, ഇത്തവണത്തെ താലപ്പൊലി മഹോത്സവം 2025 ജനുവരി മാസം 23-ാം തീയതി വ്യാഴാഴ്ച അത്യാഡംബരപൂർവം നടക്കുകയാണ്. അതിൻ്റെ മുന്നോടി എന്ന നിലയിൽ ധനുമാസം 10-ാം തീയതി താലപ്പൊലി ആഘോഷങ്ങൾക്ക് കൊടികയറി. ദേശപ്പറ അന്നേ ദിവസം പുറപ്പെട്ടു. ക്ഷേത്രത്തിന്റെ തട്ടകമായ ഏകദേശം 7 പഞ്ചായത്തുകൾ മുഴുവനും ചാലക്കുടി മുനിസിപ്പാലിറ്റിയുടെ ഒരു ഭാഗം ഉൾക്കൊള്ളുന്ന ദേവിയുടെ തട്ടകത്തിന്റെ ഭക്തജനങ്ങളുടെ വീടുകളിൽ ഭഗവതി എഴുന്നള്ളുകയും പറ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താലപ്പൊലിയുടെ തലേ ദിവസം, അതായത് ജനുവരി 22-ാം തീയതി പറയെടുപ്പൊക്കെ പൂർത്തിയാക്കി ഭഗവതി ക്ഷേത്രത്തിൽ തിരിച്ച് ആഘോഷങ്ങളുടെ മറ്റ് ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഇത്തവണ താലപ്പൊലി ആഘോഷത്തിന്റെ പ്രധാനമായിട്ടുള്ളത്, ഇത്തവണ തിടമ്പ് ഏൽക്കുന്നത് ഗജരാജൻ പാമ്പാടി രാജനാണ്. പാമ്പാടി രാജനും മറ്റ് തുടങ്ങി 7 ഗജവീരന്മാരാണ് ഇത്തവണത്തെ താലപ്പൊലി ആഘോഷത്തിന് മാറ്റുകൂട്ടുന്നത്.